ദിയാസ് റെസിപ്പിയിൽ ഇത് ജിജിയാണ്. ഞായറാഴ്ച ചെയ്ത കുറച്ച് കാര്യങ്ങളുടെ വീഡിയോസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ആഴ്ച ഗ്രോസറി ഒന്നും വാങ്ങിക്കാനായിട്ട് പോയില്ല. സാധാരണ ഫ്രൈഡേ ആണ് ഞാൻ ഗ്രോസറിയൊക്കെ ചെയ്യാറുള്ളത്. ഫ്രിഡ്ജൊക്കെ ഓൾമോസ്റ്റ് എംറ്റിയാണ്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇന്നൊരു മഹാരാഷ്ട്രൻ താലി ഉണ്ടാക്കാമെന്ന്. അതിന് കാരണം വേറൊന്നുമല്ല, എൻ്റെ ഓപ്പോസിറ്റ് താമസിക്കുന്ന നെയ്ബർ മഹാരാഷ്ട്രയിൽ നിന്നുള്ളവരാണ്. അവർ കഴിക്കാനായിട്ട് വിളിച്ചപ്പോഴത്തേക്കും ഒത്തൻറ്റിക് ആയിട്ടുള്ള മഹാരാഷ്ട്രൻ ഭക്ഷണമാണ് ഉണ്ടാക്കി തന്നത്. അത് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ്. അതുകൂടാതെ ഞാൻ കുറച്ച് വെളുത്തുള്ളി അച്ചാറിടുന്നുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം ഞാൻ 2 പാക്കറ്റ് വെളുത്തുള്ളി മേടിച്ചു പോയി. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു കുറച്ച് വെളുത്തുള്ളി അച്ചാർ ഉണ്ടാക്കാമെന്ന്. സാധാരണ അങ്ങനെ അച്ചാറൊന്നും ഉണ്ടാക്കാറില്ല. അത് വേറൊന്നും കൊണ്ടല്ല, ഈ മുളക് പൊടിയൊക്കെ നാട്ടിൽ നിന്ന് പൊടിച്ചുകൊണ്ട് വരുന്നതാണ്. അത് വെറുതെ തീർക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഇപ്രാവശ്യം പിന്നെ നാട്ടിൽ പോകുന്നതുകൊണ്ട് എന്തായാലും നാട്ടിൽ പോയി തിരിച്ചു വരുമ്പോഴത്തേക്കും മുളക് പൊടിയൊക്കെ കൊണ്ടുവരലാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വിചാരിച്ചു കുറച്ച് അച്ചാറിട്ടേക്കാമെന്ന്. പിന്നെ നാട്ടിലെ പോലെയൊന്നുമല്ല കേട്ടോ, ഇവിടുത്തെ വെളുത്തുള്ളി ജീരകം പൊളിക്കുന്ന പോലത്തെ വെളുത്തുള്ളിയൊന്നുമല്ല. ചൈനീസ് വെളുത്തുള്ളി ആയത് കാരണം വേഗം പൊളിക്കാനായിട്ട് പറ്റും. വെളുത്തുള്ളിയൊക്കെ പൊളിച്ചിട്ട് അതിനെ 4ആയിട്ട് കീറി പച്ചമുളകും ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ആ സമയം കൊണ്ട് ഞാൻ ബസുമതി റൈസ് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കുറച്ച് മാത്രമേ ഇതുണ്ടാക്കുന്നുള്ളൂ, മഹാരാഷ്ട്രൻ ഭക്ഷണം. ഞാനൊരു കുക്കറിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ആ ഓയിലിലേക്ക് ഒരു 1/2 ടീസ്പൂണ് നെയ്യ് ഇട്ട് കൊടുത്തു. നെയ്യിനകത്തോട് നമ്മൾ ചൂടായപ്പോഴത്തേക്കും 1 ടീസ്പൂണ് ജീരകവും 1 ബേ ലീഫും ഇട്ട് കൊടുത്തിട്ട് ഞാൻ 1.5 കപ്പ് ബസുമതി റൈസാണ് എടുത്തിരിക്കുന്നത്. അതിന് 2.25 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് കുക്കറിൽ ജീര റൈസ് ഉണ്ടാക്കി എടുക്കുകയാണ്. ഈ ജീര റൈസിൻ്റെ കൂടെ അവർ ഒഴിക്കാനായിട്ട് തന്നത് ടൊമാറ്റോ സാറെന്ന് പറഞ്ഞിട്ട് ഒരു കറിയായിരുന്നു. ശരിക്കും എനിക്ക് ആദ്യം കണ്ടപ്പോൾ തോന്നിയത് ടൊമാറ്റോ സൂപ്പാണോ എന്ന്. പക്ഷേ സൂപ്പല്ല, നമ്മുടെ രസത്തിൻ്റെ ടേസ്റ്റുള്ള കുറച്ചും കൂടെ തേങ്ങ അരച്ച് വെക്കുന്ന ഒരു കറിയുടെ ഒരു ടേസ്റ്റ് ആയിരുന്നു. സോ അത് ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് തക്കാളി വേവിക്കാനായിട്ട് വെച്ചു. ഇത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന മുളക് പൊടിയാണ്. ഇതുപോലെ പാക്ക് ചെയ്തിട്ട് സീൽ ചെയ്തിട്ടാണ് കൊണ്ടുവരിക. അതായത് 2-3 പ്ലാസ്റ്റിക് കവറിലിട്ടിട്ട് നമ്മളത് സീൽ ചെയ്തിട്ടാണ് കൊണ്ടുവരുന്നത്. ഇത് ഞാൻ പിരിയൻ മുളകും എരിവുള്ള മുളകും കൂടെ നാട്ടിൽ നിന്ന് മേടിച്ച് പൊടിച്ച് ഇതിപ്പോൾ 2 വർഷമായി. ഇത് ഇതുവരെ കേടായിട്ടൊന്നുമല്ല. 2 വർഷമൊന്നും അല്ല കേട്ടോ, 3-4 വർഷമൊക്കെ വരെ ഇത് കേടാകാതെ ഇങ്ങനെ ഇരിക്കും. വെളുത്തുള്ളി അച്ചാർ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പാനിലേക്ക്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോഴത്തേക്കും കടുകിട്ട് പൊട്ടിക്കണം. കടുകും ഉണക്കമുളകും കറിവേപ്പിലയും ഇടണം. അതൊന്ന് പൊട്ടിക്കഴിയുമ്പോഴത്തേക്കും കുറച്ച് പച്ചമുളക് അരിഞ്ഞ് ചേർക്കുക. എന്നിട്ട് നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർത്തിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് ഒരു 2-3-4 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം നമ്മൾ എരിവിനനുസരിച്ചിട്ടുള്ള മുളക് പൊടി, കായത്തിൻ്റെ പൊടി, ഉലുവയുടെ പൊടിയും കൂടെ ചേർക്കുക. എന്നിട്ട് വിനാഗിരി ഒഴിച്ചെടുക്കുക. ഭയങ്കര ഈസിയാണ് വെളുത്തുള്ളി അച്ചാർ ഉണ്ടാക്കാനായിട്ട്. സൈഡായിട്ട് ഞാൻ എൻ്റെ മഹാരാഷ്ട്രൻ താലിയുടെ പണി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ടൊമാറ്റോ സാർ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് തക്കാളി നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിനകത്തേക്ക് 2 ടേബിൾ സ്പൂണ് തേങ്ങയും ഒരു ചെറിയ കഷ്ണം വാളംപുളിയും മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഒരു ചെറിയ കഷ്ണം വെളുത്തുള്ളി, പിന്നെ ഒരു ചെറിയ കഷ്ണം സവോള, ഇത്രയും കൂടെ ചേർത്തിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം.
പിന്നെ എനിക്ക് അവരുണ്ടാക്കി തന്നത് ഒരു സിമ്പിളായിട്ടുള്ള പൊട്ടറ്റോ ഫ്രൈ ആണ്. ഞാൻ പൊട്ടറ്റോ ബോയിൽ ചെയ്യാൻ വേണ്ടി വെക്കുന്നുണ്ട്. ഇനി ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ചൂടായ പാനിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തു. കടുകിട്ട് പൊട്ടുമ്പോഴത്തേക്കും അതിനോടൊപ്പം തന്നെ ജീരകവും ഇട്ടു, കറിവേപ്പിലയും ഉണക്കമുളകും ഇട്ടിട്ടുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ പ്യൂരി ആക്കി വെച്ചിട്ടുള്ള ടൊമാറ്റോ ഇല്ലേ, അതിനകത്തൊക്കെ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് തിളച്ച് കഴിയുമ്പോഴത്തേക്കും ഇത് ഓഫ് ചെയ്യണം. ഇത് വളരെ തിക്കായിട്ടുള്ള ഒരു കറിയല്ല, നമ്മളെ ഒരു തേങ്ങ അരച്ച ചമ്മന്തിയുടെയൊക്കെ ഒരു കൺസിസ്റ്റൻസി ഇല്ലേ, അങ്ങനെയുള്ളൊരു കറിയാണ്. പിന്നെ ഇതിൻ്റെ ടേസ്റ്റ് എനിക്ക് തോന്നുന്നു കുറച്ച് രസമായിട്ടൊക്കെ ഒരു സാദൃശ്യമുണ്ട്. കാരണം രസത്തിനകത്തുള്ള സകലമായ ഇൻഗ്രീഡിയൻസും ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. തക്കാളി രസം വെക്കുമ്പോൾ നമ്മൾ പുളി ചേർക്കും, ജീരകം ചേർക്കും, അങ്ങനെയൊക്കെ ചേർക്കില്ലേ, അതെല്ലാം ചേർത്തിട്ടുണ്ട് ഇതിനകത്ത്. പിന്നെ തേങ്ങയും കൂടെ ചേർത്തിട്ടുണ്ടെന്ന് മാത്രം. പിന്നെ ഈസി ആയിട്ടുള്ള തഡ്ക ദാൽ, അതിനുവേണ്ടി മസൂർ ദാൽ മഞ്ഞളും ഉപ്പും മുളക് പൊടിയും ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുക്കറിൽ ഒരു വിസിൽ പ്രഷർ കുക്ക് ചെയ്തു. അതിനുശേഷം നമ്മളിതിന് തഡ്ക ചേർത്തിട്ട് തഡ്ക ദാൽ ഉണ്ടാക്കിയെടുക്കും. എൻ്റെ കയ്യിൽ ഈ വലിയ വഴുതനങ്ങയുണ്ട്. അപ്പോൾ ഇത് ഞാനൊന്ന് ഫ്രൈ ചെയ്തെടുക്കുവാണ്. അതും മഹാരാഷ്ട്രൻ സ്റ്റൈലിൽ തന്നെയാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. ഞാൻ 2 ടേബിൾ സ്പൂൺ റവയും അതിനകത്തേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ കുറച്ച് കായത്തിൻ്റെ പൊടിയും കൂടെ ചേർത്തിട്ട് കുറച്ച് വെള്ളം ചേർത്തൊരു പേസ്റ്റ് ആക്കിയിട്ട് ഈ വലിയ വഴുതനങ്ങയില്ലേ അതിനകത്തൊന്ന് മാരിനേറ്റ് ചെയ്തിട്ട് എണ്ണയിൽ പൊരിച്ചെടുക്കുകയാണ്. ഈ നോർത്ത് ഇന്ത്യൻ താലിയിലൊക്കെ പിന്നെ ഉരുളക്കിഴങ്ങില്ലാത്ത ഒരു താലി ഉണ്ടാവുമോ എന്ന് തന്നെ സംശയമാണ്. അപ്പോൾ പൊട്ടറ്റോ ഫ്രൈ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ചൂടായ എണ്ണയിലേക്ക് കടുക്, ജീരകം, ഉണക്കമുളക്, കറിവേപ്പില ഇട്ട് പൊട്ടിക്കഴിയുമ്പോഴത്തേക്കും പച്ചമുളകും കുറച്ച് സവാള പൊടിയായിട്ട് അരിഞ്ഞതും ചേർത്തൊന്ന് വഴറ്റി കൊടുക്കുക. അതൊന്ന് വഴണ്ടി വരുമ്പോഴത്തേക്കും ഒരു കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്തിട്ട് അതും ഒന്ന് നന്നായിട്ട് മൂപ്പിച്ച് കഴിയുമ്പോഴത്തേക്കും വേവിച്ച് വെച്ചിരിക്കുന്ന പൊട്ടറ്റോസ് ചേർത്തിട്ട് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കുറച്ച് വെള്ളം ഒന്ന് തളിച്ചിട്ട് അടച്ച് വെച്ച് ഈ മസാലയൊക്കെ ഒന്ന് പിടിച്ച് വരുമ്പോഴത്തേക്കും കുറച്ച് മല്ലിയില ഇട്ടെടുത്താൽ മതി. പെട്ടെന്ന് പൊട്ടറ്റോ ഫ്രൈ റെഡിയാകും.
പെട്ടെന്നൊന്ന് പരിപ്പുണ്ടാക്കിയെടുക്കാം. എണ്ണ ചൂടായപ്പോഴത്തേക്കും കടുക്, ജീരകം, ഉണക്കമുളക്, കറിവേപ്പിലയൊക്കെ ഇട്ട് പൊട്ടിച്ചു. കുറച്ച് കായപ്പൊടിയും മഞ്ഞളും ഇട്ട് കഴിഞ്ഞിട്ട് സവോളയും പച്ചമുളകും വെളുത്തുള്ളിയും തക്കാളിയും കൂടി ഒന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് ചേർക്കുക. ആവശ്യത്തിന് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ചേർത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കുമ്പോഴത്തേക്കും നമ്മുടെ തഡ്ക ദാലും റെഡി ആയിരിക്കും. ഫൈനലി നമ്മുടെ വഴുതനങ്ങ ഒന്ന് വറുത്തെടുക്കണം. എണ്ണ ചൂടായപ്പോഴത്തേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന വഴുതന എടുത്ത് മീഡിയം തീയിൽ വെച്ചിട്ട് 2 സൈഡും ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കുക. രണ്ട് സാധനങ്ങൾ ഉണ്ടാക്കാനുള്ള സമയം കിട്ടിയിട്ടില്ല. ഒന്ന് പൂരൻ ബോളി, രണ്ടാമത്തേത് വീറ്റ് ലഡു. ആ 2 സാധനങ്ങളും ഇനി വേറൊരു സമയത്ത് ട്രൈ ചെയ്ത് നോക്കണം. സോ മഹാരാഷ്ട്രൻ താലി റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഒന്ന് പ്ലേറ്റ് ചെയ്ത് നോക്കാം. ആദ്യം ഞാൻ ജീര റൈസ് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം അണിയൻസും കുക്കുംബറും കട്ട് ചെയ്തത് വെച്ചു. പൊട്ടറ്റോ ഫ്രൈ വെച്ച് കൊടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി അച്ചാർ, ടൊമാറ്റോ സാറ്, തൈര്, ദാൽ തഡ്ക. ഇതിന് ഭക്ഷണമൊക്കെ ഇഷ്ടപ്പെടുന്നതുകൊണ്ട് ഓരോ സാധനങ്ങൾ നമ്മൾ കഴിച്ച് നോക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മൾ വീട്ടിലൊന്നിങ്ങനെ ട്രൈ ചെയ്ത് നോക്കും. പിന്നെ മഹാരാഷ്ട്രൻ താലി റെഡി ആയിട്ടുണ്ട്. ലഞ്ച് എല്ലാം കഴിഞ്ഞിട്ട് ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് പുറത്തേക്ക് പോയി. ഗ്രോസറി വാങ്ങിക്കണം. പിന്നെ കുറച്ച് പേപ്പർ ടവലും അങ്ങനെ സോപ്പ് അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കണം. അപ്പം ബൾക്കായിട്ട് കിട്ടുന്നത് കോസ്കോയിലാണ്. കോസ്കോയിൽ കുറച്ച് ഷോപ്പ് ചെയ്തു. പിന്നെ ചെടികളായിട്ട് വാങ്ങിക്കാൻ 2-3 ചെടികൾ ഞാൻ വാങ്ങിക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. മണ്ണ് വാങ്ങിക്കണമായിരുന്നു. അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഷോപ്പ് ചെയ്തു. ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്നു. ഞാൻ ഈ കലേഡിയം എന്നുള്ള ചെടി വാങ്ങിച്ചു. ഇതിന് $15 കൊടുത്തിട്ടുണ്ട്. പിന്നെ 2-3 ചെറിയ പൂക്കളുണ്ടാകുന്ന ചെടിയും മേടിച്ചിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും ഇന്ന് പ്ലാന്റ് ചെയ്യുന്നില്ല. സമയം കിട്ടുമ്പം ഇത് ബാക്ക് യാർഡിൽ ചെടിയൊക്കെ വെച്ച് പിടിപ്പിക്കണം. ഗ്രോസറിയൊക്കെ എടുത്തു വന്നത് എല്ലാം ഒന്ന് തിരിച്ചു വെച്ചതിന് ശേഷം ഡിന്നർ ഉണ്ടാക്കാൻ പോവാണ്.
അങ്ങനെ സൺഡേ മദേഴ്സ് ഡേ ആണ്. മദേഴ്സ് ഡേ ആണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, നമുക്ക് റെസ്റ്റ് ഒന്നുമില്ല, നമ്മൾ തന്നെ ഭക്ഷണം ഉണ്ടാക്കി നമ്മൾ തന്നെ സെർവ് ചെയ്യുന്നു. സോ ഇന്ന് ഡിന്നറിന് ഞാൻ ചിക്കൻ വിങ്സ് ആണ് ഉണ്ടാക്കുന്നത്. പിന്നെ ഞാൻ ഈ കോസ്കോന്ന് ഈ സാലഡിൻ്റെ സ്പ്രിംഗ് മിക്സ് മേടിച്ചിട്ടുണ്ട്. സോ അത് വെച്ച് ഈസി ആയിട്ടൊരു സ്പ്രിംഗ് മിക്സ് ഇട്ടൊരു സാലഡ് ഉണ്ടാക്കുകയാണ്. പേപ്പർ ടവൽ ഉപയോഗിച്ചിട്ട് ഞാൻ ചിക്കൻ വിങ്സ് ഒന്ന് നന്നായിട്ട് തുടച്ചെടുക്കുവാണ്. കാരണം അതിനകത്ത് ഈ ഈർപ്പം ഉണ്ടെങ്കിൽ നമ്മളിത് അവളിലേക്ക് വെക്കുമ്പോഴത്തേക്കുണ്ടല്ലോ ഭയങ്കര സോഗി ആയിട്ട് പോവും, അല്ലെങ്കിൽ അതിൽ നിന്ന് വെള്ളം വന്നിട്ട് എന്താ പറയുക, അത് അത്ര ക്രിസ്പി ആവില്ല. സോ അതുകൊണ്ട് നന്നായിട്ട് ഈ വാട്ടർ കണ്ടൻറ്റൊക്കെ ഒന്ന് നമ്മൾ തുടച്ചെടുക്കണം. ഒരു പേപ്പർ ടവലോ ഒരു കിച്ചൺ ടവലോ ഉപയോഗിച്ച് നന്നായിട്ട് തുടച്ചെടുത്തിട്ട് ഇതിനെ മാരിനേറ്റ് ചെയ്യാണ്. ഞാൻ ഇതിനകത്തേക്ക് എരിവിനനുസരിച്ചിട്ടുള്ള മുളക് പൊടി, കുരുമുളക് പൊടി, അണിയൻ പൗഡർ, ഗാർലിക് പൗഡർ, കുറച്ച് എണ്ണ, ഉപ്പ്, ബേക്കിംഗ് പൗഡർ ഇത്രയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ബേക്കിംഗ് പൗഡർ ക്രിസ്പി ആവാൻ വേണ്ടി ചെയ്യുന്നതാണ്, ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്കത് വേണ്ടാന്നുണ്ടെങ്കിൽ അത് ചേർക്കണ്ട. പിന്നെ ഒരുപാട് അധികം ചിക്കൻ വിങ്സ് ഉണ്ട്. ഞാനിത് ഒരുമിച്ച് ചെയ്യുന്നില്ല, പകുതി ഞാൻ എടുത്തിട്ട് സിപ്പ് ലോക്കിലാക്കിയിട്ട് ഫ്രീസ് ചെയ്യാണ്. ചിക്കൻ വിങ്സിൻ്റെ സൈഡായിട്ട് ഞാൻ സാലഡ് ഉണ്ടാക്കുകയാണ്. ഈ സ്പ്രിംഗ് മിക്സ് വാങ്ങിച്ചിട്ടുണ്ട് കോസ്കോന്ന്. ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് ട്രിപ്പിൾ വാഷ്ഡ് എന്നാണ്, അതുകൊണ്ട് ഞാനിത് കഴുകുന്നില്ല. സോ ഇതിനകത്ത് നമുക്ക് വേണമെങ്കിൽ ബാക്കിയുള്ള കുക്കുംബറോ അണിയൻസോ ഒക്കെ ചേർക്കാം. കുക്കുംബർ എൻ്റെ കയ്യിലില്ല, ഞാൻ അണിയൻസും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ചേർത്തിട്ട് ഒരു സാലഡ് ഉണ്ടാക്കുകയാണ്. ഭയങ്കര ഫ്രഷ് ആയിട്ടുള്ള സ്പ്രിംഗ് മിക്സ് ആണ് കേട്ടോ ഇത്. 20 മിനിറ്റ്സ് ആയിട്ട് ചിക്കൻ വിങ്സ് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനിതിൻ്റെ റാക്ക് വെച്ച് കൊടുത്ത് ട്രേയിലേക്ക് ഇത് വെച്ച് കൊടുക്കുകയാണ്. ഈ റാക്കിന് മുകളിൽ കുറച്ച് ഓയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ ചിലപ്പം വിങ്സ് ഇതിനകത്ത് ഒട്ടിപ്പിടിക്കും. സോ കുറച്ച് ഓയിലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് ഇതിനകത്ത് നിരത്തിട്ട് ഞാൻ എയർ ഫ്രൈ ആണ് ചെയ്യുന്നത്. 400 ഫാരൻഹീറ്റിൽ 25 to 30 മിനിറ്റ്സ് എയർ ഫ്രൈ ചെയ്തെടുക്കും. ഒരു വശം പകുതി ആകുമ്പോഴത്തേക്കും, ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഒരു സൈഡ് ആകുമ്പോഴത്തേക്കും മറ്റേ സൈഡ് തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് രണ്ട് സൈഡും എയർ ഫ്രൈ ചെയ്തെടുക്കുമ്പോഴത്തേക്കും ചിക്കൻ വിങ്സ് റെഡിയാകും. അതിനുശേഷം നമുക്കിതിനൊരു നല്ല സോസ് ഉണ്ടാക്കണം. സാലഡിന് വേണ്ടിയിട്ട് ഒരു ഡ്രസ്സിങ് ഉണ്ടാക്കണം. 1/4 കപ്പ് ഒലിവ് ഓയിലും ഒരു നാരങ്ങയുടെ പകുതിയും കുരുമുളക് പൊടിയും ഉപ്പും കുറച്ച് ഡീജാർ മസ്റ്റർഡും കൂടെ ഒരു ബോട്ടിലൊക്കെ ഒഴിച്ചിട്ട് നന്നായിട്ട് ഷേക്ക് ചെയ്യാം. എൻ്റെ സാലഡ് ഡ്രസ്സിങ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം. എന്നിട്ട് നന്നായിട്ട് ഷേക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ സാലഡ് എപ്പോഴാണോ സെർവ് ചെയ്യുന്നത് അതിന് തൊട്ട് മുമ്പായിട്ട് ഈ ഡ്രസ്സിങ് ചേർത്താൽ മതി.
ഇതുപോലെയുള്ള സാലഡ്സൊക്കെയാണ് ഓഫീസിൽ പലരും ലഞ്ചിന് കൊണ്ടുവരുന്നത് കേട്ടോ. ഇതിൻ്റെ പകുതി മിക്സ് ഞാൻ എടുക്കുന്നുള്ളൂ. ഇതൊരു ബോളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിനകത്തേക്ക് ഞാൻ തിന്നായിട്ട് സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന സവോള ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു ക്രഞ്ച് കിട്ടാൻ വേണ്ടിയിട്ട് ആൽമണ്ട്സും റൈസനും ആപ്പിളും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്താണോ അതൊക്കെ ചേർക്കാം. അതിനുശേഷം നമ്മൾ എപ്പോഴാണോ ഇത് സെർവ് ചെയ്യുന്നത് ആ സമയത്ത് മാത്രം ഈ ഡ്രസ്സിങ് ഒഴിച്ചാൽ മതി, അല്ലെങ്കിൽ ഇത് ഭയങ്കര സോഗിയായിട്ട് പോവും. ഉപ്പും കുരുമുളകും ഒക്കെ നമ്മൾ ഡ്രസ്സിങ്ങിന് ചേർത്തിട്ടുണ്ട്. ഞാനുണ്ടാക്കിയ വെളുത്തുള്ളി അച്ചാറൊക്കെ ചെറിയ കുപ്പികളിലേക്ക് മാറ്റി ഇത് അടച്ചു വെച്ചു. കുറച്ചും കൂടെ ഒരു സൈഡ് ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒരു 15 മിനിറ്റ്സും കൂടെ അവനിൽ എയർ ഫ്രൈ ചെയ്തെടുക്കാം. ആ സമയം കൊണ്ട് നമുക്കൊരു സോസ് ഉണ്ടാക്കിയെടുക്കാം. ചിക്കൻ വിങ്സിൻ്റെ സോസിന് വേണ്ടിയിട്ട് ഞാൻ പാനിൽ കുറച്ച് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ ബട്ടറിലേക്ക് കുറച്ച് ഓയിലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബട്ടറും ഓയിലും ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്കും തിന്നായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുകയാണ്. വെളുത്തുള്ളി ഒന്ന് ചേർത്ത് വഴറ്റി കഴിയുമ്പോഴത്തേക്കും ഇതിനകത്ത് ഞാൻ ഒരു 1/2 ടീസ്പൂൺ ഹണിയും സിറാച്ചയുടെ സോസുമാണ് ചേർക്കുന്നത്. കുരുമുളകും ഉപ്പും കൂടെ ചേർത്തിട്ട് തിക്കായിട്ടുള്ളൊരു സോസ് ഉണ്ടാക്കിയെടുക്കുകയാണ്. സ്പൈസ് ലെവലിനനുസരിച്ച് സോസ് അഡ്ജസ്റ്റ് ചെയ്യുക. എന്നിട്ട് ഇതിനകത്തേക്ക് നമ്മൾ ബേക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ വിങ്സ് ഇട്ട് കൊടുക്കുകയാണ്. ഇതാണ് ഇന്നത്തെ ഡിന്നർ. ചിക്കൻ വിങ്സും സ്പ്രിംഗ് മിക്സ് സാലഡും പെപ്സിയും ഓലിവ് ഓയിലിൽ ടോസ്റ്റ് ചെയ്ത ബ്രെഡും. സോ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അഭിപ്രായങ്ങൾ അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ദയാസ് റെസിപ്പി.